നമസ്കാരം. ഇന്ന് 2026 ജനുവരി 6 ചൊവ്വാഴ്ച 4 ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഗുദൈബിയ കൊട്ടാരത്തിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കായി സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. പ്രധാനമായും രാജ്യത്തെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും താഴ്ന്ന വരുമാനക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾക്കാണ് യോഗം രൂപകൽപ്പന നൽകിയത്. സ്വദേശി ഉദ്യോഗാർത്ഥികൾക്കായി 2025 അവസാനത്തോടെ ഓരോരുത്തർക്കും 3 തൊഴിലവസരങ്ങൾ വീതം ഉറപ്പാക്കുന്ന വിപുലമായ പദ്ധതിയുടെ പുരോഗതി യോഗം വിശദമായി വിലയിരുത്തി. നിലവിൽ നിശ്ചയിച്ച ലക്ഷ്യത്തേക്കാൾ അധികമായി 18,657 അവസരങ്ങൾ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നത് വലിയ നേട്ടമായി മന്ത്രിസഭ ചൂണ്ടിക്കാട്ടി. ഈ പദ്ധതി വഴി ഇതിനകം തന്നെ 4,746 പൗരന്മാർക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവ് ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സാമൂഹിക വികസന മന്ത്രാലയം യോഗത്തെ അറിയിച്ചു. നാഷണൽ ഗാർഡിൻ്റെ 29ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സായുധ സേനയുടെ സുപ്രീം കമാൻഡറായ ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവിന് മന്ത്രിസഭ പ്രത്യേക അഭിനന്ദനങ്ങൾ നേർന്നു. ബഹ്റൈനിലെ തൊഴിൽ വിപണിയിലെ നിയമസാധുതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി പരിശോധനകൾ ശക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ 530 പരിശോധനകളിൽ നിയമലംഘനം കണ്ടെത്തിയ 97 പേരെ നാടുകടത്തുകയും 9 പേരെ തടങ്കിലാക്കുകയും ചെയ്തു. വിവിധ ഗവർണറേറ്റുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലുമായി നടത്തിയ 509 സന്ദർശനങ്ങൾക്ക് പുറമെ ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് 21 സംയുക്ത പരിശോധനകളും പൂർത്തിയാക്കി. രാജ്യത്തെ റെസിഡൻസി നിയമങ്ങളും LMRA നിബന്ധനകളും ലംഘിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. വരും ദിവസങ്ങളിലും പരിശോധനകൾ ഊർജിതമായി തുടരുമെന്ന് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാന ടിക്കറ്റ് ഓഫറുകളും ആകർഷകമായ ടൂർ പാക്കേജുകളും വാഗ്ദാനം ചെയ്ത് നൂറുകണക്കിന് ആളുകളെ വഞ്ചിച്ച 2 പ്രതികളെ ബഹ്റൈൻ സുരക്ഷാ സേന പിടികൂടി. പിടിയിലായ ഇവരെ നിലവിൽ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ വ്യാജമായ ഒരു ട്രാവൽ ഏജൻസി അക്കൗണ്ട് സൃഷ്ടിച്ചായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. കുറഞ്ഞ നിരക്കിലുള്ള വിദേശയാത്രാ പാക്കേജുകൾ പരസ്യം ചെയ്ത് ആളുകളെ ആകർഷിക്കുകയും അവരിൽ നിന്ന് പണം വാങ്ങിയ ശേഷം ടിക്കറ്റുകളോ മറ്റു സേവനങ്ങളോ നൽകാതെ വഞ്ചിക്കുകയുമായിരുന്നു ഇവരുടെ രീതി. നിലവിലില്ലാത്ത ഒരു കമ്പനിയുടെ പേര് ഉപയോഗിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. തട്ടിപ്പിനിരയായവരുടെ പരാതി ലഭിച്ച ഉടൻ തന്നെ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പിൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ടിക്കറ്റുകളും ടൂർ പാക്കേജുകളും ബുക്ക് ചെയ്യുമ്പോൾ സ്ഥാപനങ്ങളുടെ ആധികാരികതയും ലൈസൻസും കൃത്യമായി ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ടൂറിസം നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ 5 ടൂറിസം സ്ഥാപനങ്ങൾ ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അടപ്പിച്ചു. ടൂറിസം മേഖലയിലെ സേവന നിലവാരം ഉറപ്പുവരുത്തുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായി അധികൃതർ നടത്തിവരുന്ന കർശന പരിശോധനകളുടെ ഭാഗമായാണ് ഈ നടപടി. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും അതോറിറ്റി നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ടൂറിസം മേഖലയിൽ കൂടുതൽ സുതാര്യമാക്കാനും വിനോദസഞ്ചാരികൾക്ക് മികച്ച അനുഭവം ഉറപ്പാക്കാനുമാണ് ഇത്തരം നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്. ബഹ്റൈനിൽ ലോകത്തെ മുൻനിര ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും എന്നാൽ ചട്ടലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ടൂറിസം അതോറിറ്റി വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമായ ഓട്ടം ഫെയർ ജനുവരി 22 മുതൽ 31 വരെ സഖീറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ പ്രാദേശികവും അന്തർദേശീയവുമായ ബ്രാൻഡുകൾ അണിനിരക്കുന്ന വിപുലമായ ഉൽപ്പന്ന ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. 24ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 600ലധികം പ്രദർശകർ പങ്കെടുക്കുന്ന ഇത്തവണത്തെ മേളയിൽ 10,000-ലധികം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. ഏകദേശം 2 ലക്ഷത്തിലധികം സന്ദർശകർ ഈ വർഷം ഫെയറിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. പുതിയ പവലിയനുകൾ, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത കരകൗശല വസ്തുക്കൾ, വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ എന്നിവ ഇത്തവണത്തെ പ്രത്യേകതയാണ്. കുടുംബങ്ങൾക്കായി പ്രത്യേക വിനോദ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളാണ് എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ്റെ 2, 3, 5, 6 ഹാളുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. മേളയുടെ പ്രവർത്തന സമയം ദിവസേന രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയായിരിക്കും. പ്രവേശനം തികച്ചും സൗജന്യമാണെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയുള്ള മുൻകൂട്ടി രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
സാഹചര്യം ലുലു മണി. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബുദയ്യ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾക്കായി സ്നേഹസംഗമം 2026 എന്ന പേരിൽ പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. KPA പ്രസിഡന്റ് അനുജ് മാസ്റ്റർ സ്നേഹസംഗമം 2026 ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബുദയ്യ ഏരിയ പ്രസിഡന്റ് വിജു വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി നിസാം സ്വാഗതം ആശംസിച്ചു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. KPA വൈസ് പ്രസിഡന്റ് കോയവിള മുഹമ്മദ് കുഞ്ഞ്, KPA സെക്രട്ടറി അനിൽകുമാർ, KPA ട്രഷറർ മനോജ് ജമാൽ, ഏരിയ കോർഡിനേറ്റർ ജോസ് മാങ്ങാട്, ഏരിയ ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് ജി എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഏരിയ ട്രഷറർ ബിജു ഡാനിയൽ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. KPA സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗത്തിൻ്റെ 2026-27 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റായി ഫാത്തിമ സാലിഹിനെയും ജനറൽ സെക്രട്ടറിയായി ഷൈമില നൌഫലിനെയും യോഗം തെരഞ്ഞെടുത്തു. സൗദ പേരാമ്പ്ര, ഷബീഹ ഫൈസൽ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ലുലു അബ്ദുൽ ഹഖ് ജോയിന്റ് സെക്രട്ടറിയും ചുമതലയേൽക്കും. സോന സക്കരിയ, നദീറ ഷാജി, മെഹ്റാം മൊയ്തീൻ, സുബൈദ മുഹമ്മദ് അലി, ഷാനി റിയാസ് എന്നിവരെ കേന്ദ്ര സമിതി അംഗങ്ങളായും നിശ്ചയിച്ചു. ദിശ സെന്ററിൽ നടന്ന യോഗത്തിൽ ലുബൈന ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ കേന്ദ്ര പ്രസിഡന്റ് സുബൈർ MA, ജനറൽ സെക്രട്ടറി മുഹമ്മദ് മൊഹിയുദ്ദീൻ എന്നിവർ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത യോഗത്തിൽ ഷൈമില നൌഫൽ സ്വാഗതം ആശംസിക്കുകയും പുതിയ പ്രസിഡന്റായി നിയമിതയായ ഫാത്തിമ സാലിഹ് സമാപന പ്രസംഗം നടത്തുകയും ചെയ്തു. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ ഗുദൈബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജനാധിപത്യ രീതിയിൽ നടന്ന ഏരിയ കൺവെൻഷനിലാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. സുമിത് K പ്രസിഡന്റായും ആഷിർ കരുനാഗപ്പള്ളി സെക്രട്ടറിയായും ഷരീഫ് കൊടുവള്ളി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇർഷാദാണ് വൈസ് പ്രസിഡന്റ്. അരുൺകുമാർ ജോയിന്റ് സെക്രട്ടറിയായും ചുമതലയേൽക്കും. വിനു, ഷിഹാബ് അലി, മൊയ്തീൻ, അസീസ് അബ്ദുള്ള എന്നിവരാണ് ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. കൂടാതെ ദേശീയ കമ്മിറ്റിയിലേക്ക് ഏരിയയെ പ്രതിനിധീകരിച്ച് ജിതിൻ പെരിയാരം, ഷജിൽ, രജീഷ്, പ്രമീജ്, അബ്ദുൽ സമദ്, സിദ്ദിഖ്, സാജൻ ചെറിയാൻ എന്നിവരെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു. 2025-26 വർഷത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.